നമസ്കാരം. ഇത് വി വേണുഗോപാൽ. കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. രാജ്യത്ത് പൊതു തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ലോക്സഭയിൽ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ പുതിയ സഖ്യ സാധ്യതകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ എല്ലാം. 80 ലോക്സഭാ സീറ്റുകൾ ഉള്ള ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ കാൽ നൂറ്റാണ്ട് മുൻപ് പരീക്ഷിച്ച് വിജയിച്ച ഒരു മഹാസഖ്യം പിന്നീട് അവർ വേർപിരിഞ്ഞു എന്നതും ചരിത്രം. ആ ഒരു മഹാസഖ്യം വീണ്ടും പിറവിയെടുത്തു എന്നതാണ് ഇന്ന് ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ പത്രങ്ങൾക്കെല്ലാം മുഖ്യ വാർത്ത. മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടിയും അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയും വീണ്ടും ഒന്നിക്കാൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസിനെ അകറ്റി നിർത്താനാണ് ഇരു നേതാക്കളും തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിൽ തന്നെയും സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും മൃദു സമീപനം കൈക്കൊള്ളാനും അവർ തീരുമാനിച്ചിരിക്കുന്നു. ഇന്നത്തെ വാർത്താ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് നമുക്ക് മുഖ്യവാർത്ത തലക്കെട്ടുകൾ ആദ്യം നോക്കാം. യു പിയിൽ മുൻ വിജയം കൊയ്യാമെന്ന് പ്രതീക്ഷ, അഖിലേഷ് മായാവതി സഖ്യം എന്നത് കേരള കൗമുദിയുടെ മുഖ്യ വാർത്താ തലക്കെട്ട്. മലയാള മനോരമ, യു പിയിൽ കോൺഗ്രസ് ഇല്ലാതെ BSP SP, സഖ്യം B+SP. 38 സീറ്റിൽ വീതം SP-യും BSP-യും അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കില്ല എന്നും തീരുമാനം. മാതൃഭൂമി, കോൺഗ്രസിന് കൈ കൊടുക്കാതെ SP BSP കൈ കോർക്കൽ. ദേശാഭിമാനി, യു പിയിൽ കോൺഗ്രസിനെ ഒഴിവാക്കി BSP SP സഖ്യം എന്നത് തന്നെ ദേശാഭിമാനിയുടെ മുഖ്യവാർത്ത. ന്യൂഡൽഹിയിൽ നിന്ന് M പ്രശാന്തിൻ്റെ റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ. ഒപ്പം തന്നെ CPM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായ BS രാജീവ് അന്തരിച്ച വാർത്തയും ഒന്നാം പേജിലുണ്ട്. അർബുദ രോഗബാധയെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. 62 വയസ്സായിരുന്നു. മാധ്യമം, യു പിയിൽ മായാവതിയും അഖിലേഷും ഒറ്റക്കെട്ട് എന്നതാണ് മാധ്യമത്തിൻ്റെ മുഖ്യവാർത്താ തലക്കെട്ട്. കോൺഗ്രസിനെ മാറ്റി നിർത്തി സഖ്യം പ്രഖ്യാപിച്ചു. കൂട്ടുകെട്ട് കാൽ നൂറ്റാണ്ടിന് ശേഷം. ന്യൂഡൽഹിയിൽ നിന്ന് AS സുരേഷ് കുമാറിൻ്റെ റിപ്പോർട്ട്. മംഗളം, BJP-യെ വീഴ്ത്താൻ SP BSP 50-50 എന്നതാണ്. 38 സീറ്റിൽ വീതം മത്സരിക്കാനാണ് ഇരു പാർട്ടികളുടെയും തീരുമാനം. നികുതി, അതായത് GST നിലവിൽ വന്നിട്ടും അതിൻ്റെ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. വ്യാപാരികൾ നികുതി കുറച്ചാലും വില കൂട്ടി കൊള്ളയടിക്കുകയാണെന്ന് തിരുവനന്തപുരത്ത് നിന്ന് R സുരേഷിൻ്റെ റിപ്പോർട്ടും ഒന്നാം പേജിലുണ്ട്. മംഗളത്തിൽ. ദീപിക, കോൺഗ്രസ് ഇല്ലാതെ SP BSP യു പിയിൽ സഖ്യം. ഇരു പാർട്ടികളും 38 സീറ്റിൽ വീതം മത്സരിക്കും. അമേഠിയും റായ്ബറേലിയും ഒഴിച്ചിട്ടു എന്നിങ്ങനെ വിശദാംശങ്ങൾ. ദ ഹിന്ദു, BSP SP alliance ignores Congress. Each party will contest 38 seats. Mayawati says the tie-up will be stable. കാരണം നൂറ്റാണ്ട് മുമ്പുള്ള ആ ഒരു പരീക്ഷണം 2 വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. മായാവതി കാലുവാരിയതിനെ തുടർന്ന് SP അഖിലേഷിൻ്റെ പിതാവായിരുന്നു അന്ന് മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ്. അദ്ദേഹം സ്ഥാനം ഒഴിയേണ്ടി വന്നു. മായാവതി മുഖ്യമന്ത്രിയായതും BJP-യുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായതും ചരിത്രം. ദ സൺഡേ ടൈംസിൻ്റെ മുഖ്യവാർത്ത, ദ ഫൈറ്റ് ഇസ് വെൽ ആൻഡ് ട്രൂലി ഓൺ. വൺസ് സോൺ എനിമീസ്, SP and BSP സ്ട്രൈക്ക് 38:38 ഡീൽ ഫോർ ലോക്സഭ പോൾസ് എന്നിങ്ങനെ മുഖ്യവാർത്ത വിശദാംശങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP-യുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഡൽഹിയിൽ ചെയ്ത പ്രസംഗം, ഡോണ്ട് ബി കോംപ്ലസൻറ്റ്, മോഡി എലോൺ കാൺ വിൻ യു പോൾസ്, PM ടെൽസ് കൈഡർ. അതും പ്രാധാന്യത്തോടെയുണ്ട് ഒന്നാം പേജിൽ സൺഡേ ടൈംസിൽ. ദ ന്യൂ സൺഡേ എക്സ്പ്രസിൻ്റെ മുഖ്യവാർത്താ തലക്കെട്ട്, ഒപ്പോസിഷൻ പാർട്ടീസ് കമ്മിങ് ടുഗദർ വിത്ത് ആൻ ഐ ഓൺ കറപ്ഷൻ സേസ് മോദി. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മോദി നടത്തിയ പ്രസംഗത്തിൻ്റെ വിശദാംശങ്ങൾ. പ്രോമിസസ് ടു ക്രിയേറ്റ് അഡീഷണൽ 10% സീറ്റ്സ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു മീറ്റ് ന്യൂ ക്വാട്ട നീഡ്സ് എന്നിങ്ങനെ വിശദാംശങ്ങളും. ഇനി നമുക്ക് കേരള കൗമുദിയുടെ മുഖ്യവാർത്തയിൽ നിന്ന് വിശദാംശങ്ങൾ നോക്കി തുടങ്ങാം. യു പിയിൽ മുൻവിജയം കൊയ്യാമെന്ന് പ്രതീക്ഷ, അഖിലേഷ് മായാവതി സഖ്യം. SP-യും BSP-യും 38 സീറ്റുകളിൽ വീതം. ആകെ 80 സീറ്റാണ് യു പിയിലുള്ളത്. കോൺഗ്രസിനെ ഒഴിവാക്കി. അതേസമയം അമേഠിയിൽ രാഹുലിൻ്റെ അമേഠി സീറ്റിലും സോണിയയുടെ റായ്ബറേലി സീറ്റിലും മത്സരിക്കില്ല ഇരു പാർട്ടികളും എന്ന ഒരു പൊതു തീരുമാനവും അവർ എടുത്തിരിക്കുന്നു. 2 സീറ്റുകൾ ചെറു പാർട്ടികൾക്കായും നീക്കിവെച്ചിരിക്കുകയാണ്. അതാണ് മുഖ്യവാർത്തയുടെ വിശദാംശങ്ങൾ. സുജിത്തിൻ്റെ ശ്രദ്ധേയമായൊരു കാർട്ടൂണും നൽകിയിരിക്കുന്നു ഈ ഒരു സംഭവ വികാസവുമായി ബന്ധപ്പെടുത്തി. ഉത്തർപ്രദേശിൽ 25 വർഷം മുൻപ് BJP-ക്കെതിരെ സഖ്യമുണ്ടാക്കി നേടിയ വിജയചരിത്രം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും മഹാസഖ്യം പ്രഖ്യാപിച്ചു. കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള സഖ്യ തീരുമാനം
BSP നേതാവ് മായാവതിയും സമാജ്വാദി നേതാവ് അഖിലേഷ് യാദവും ഇന്നലെ സംയുക്ത പത്രസമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചത്. 1993 അതായത് അക്കാലത്ത് അയോധ്യ പ്രശ്നം കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് മായാവതിയുടെ രാഷ്ട്രീയ ഗുരു കാൻഷിറാമും അഖിലേഷിൻ്റെ പിതാവ് മുലായം സിംഗ് യാദവുമാണ് സഖ്യം ഉണ്ടാക്കിയത്. ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ആ സഖ്യം 2 വർഷക്കാലം മാത്രമേ നിന്നുള്ളൂ. മുഖ്യമന്ത്രിയായ മുലായം സിംഗിനെ അധികാരത്തിൽ ഭ്രഷ്ടനാക്കിക്കൊണ്ട് മായാവതി BJP പിന്തുണയോടെ മുഖ്യമന്ത്രിയായത് ചരിത്രം. ഇനിയൊരു വാർത്ത, ശബരിമലയിൽ മകരജ്യോതി നാളെ, മകരവിളക്ക് നാളെയാണ്. പൂങ്കാവനം നിറഞ്ഞ് ഭക്തലക്ഷങ്ങൾ. മകരജ്യോതി നാളെ. ശബരിമലയിൽ നിന്ന് അടൂർ പ്രദീപ് കുമാറിൻ്റെ റിപ്പോർട്ടിലാണ് വിശദാംശങ്ങൾ ഉള്ളത്. അകം നിറഞ്ഞ ഭക്തിയുമായി സംക്രമ പൂജയുടെ ധന്യത ഏറ്റുവാങ്ങാനുള്ള കാത്തിരിപ്പിലാണ് ഭക്തലക്ഷങ്ങൾ. നാളെ വൈകിട്ട് 6:40-നും 6:45-നും ഇടയ്ക്ക് മകരജ്യോതി തെളിയും. എരുമേലിയിൽ പേട്ടതുള്ളി പരമ്പരാഗത കാനനപാതയിലൂടെ പുറപ്പെട്ടവരും തിരുവാഭരണ പേടകങ്ങളെ യാത്രയാക്കി സന്നിധാനത്തേക്ക് തിരിച്ചവരും ഇന്നലെ വൈകിട്ടോടെ എത്തിത്തുടങ്ങി. ദർശനത്തിനെത്തുന്നവരിൽ ഏറിയ പങ്കും അയൽ സംസ്ഥാനക്കാരാണ്. എന്തായാലും ഭക്തജനങ്ങളുടെ തിരക്ക്, അഭൂതപൂർവമായ തിരക്ക് പരിഗണിച്ചുകൊണ്ട് തന്നെ നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്ന് കുള്ളാർ അണക്കെട്ട് തുറന്ന് പമ്പയിലേക്ക് ജലനിരപ്പ് ഉയർത്തിയിട്ടുണ്ട് എന്നിങ്ങനെ തുടരുന്നു. ചിത്രവും നൽകിയിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്രയുടെ സന്തോഷ് നിലയ്ക്കൽ പകർത്തിയ ചിത്രം. ഇനി ഒരു ദുരന്ത വാർത്തയാണ് ഒന്നാം പേജിലുള്ളത്. കൊല്ലത്ത് ഒരു 10 കിലോമീറ്ററിനകത്ത് നടന്ന 2 ദുരന്തങ്ങൾ. ഇന്നലെ 8 ജീവനുകൾ അപഹരിച്ചു. കൊല്ലത്തെ നടുക്കി 2 അപകടം, 8 മരണം. ആയൂരിൽ കാറും ട്രാൻസ്പോർട്ട് ഫാസ്റ്റും കൂട്ടിയിടിച്ചാണ് 6 മരണം. ഓയൂരിൽ ബൈക്ക് അപകടത്തിലാണ് 2 യുവാക്കളുടെ ജീവൻ പൊലിഞ്ഞത്. കൊല്ലം ജില്ലയിലെ ആയൂരിലും 10 കിലോമീറ്റർ മാറി ഓയൂരിലും ഇന്നലെയുണ്ടായ 2 വാഹനാപകടങ്ങളിലായി പൊലിഞ്ഞത് 8 പേർ. ഓയൂർ മരുതമൺ പള്ളി കശുവണ്ടി ഫാക്ടറിക്ക് സമീപം 2 യുവാക്കളുടെ ജീവനെടുത്ത ബൈക്ക് അപകടമാണ് ആദ്യത്തേത്. അർദ്ധരാത്രി ബൈക്ക് പോസ്റ്റിലിടിച്ച് കുറ്റിക്കാട്ടിൽ രക്തം വാർന്നു കിടന്ന ഇവരെ ഇന്നലെ വെളുപ്പിന് സമീപവാസി അറിയിച്ചതനുസരിച്ച് പോലീസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ ആയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആയൂരിന് സമീപം അകമണിൽ ഓൾട്ടോ കാർ KSRTC ഫാസ്റ്റിലിടിച്ച് മരിച്ചത് കുട്ടികളും സ്ത്രീകളും അടക്കം ഒരു കുടുംബത്തിലെ 5 പേരും കാർ ഡ്രൈവറുമാണ്. റാന്നി വടശ്ശേരിക്കര തലച്ചിറ കൈലാസ് ഭവനിൽ മിനി എന്ന 45-കാരിയും മകൾ അഞ്ജന, പിന്നീട് ബന്ധുവായ സ്മിതയുടെ മക്കളായ അഭിനോജ്, ഹർഷ ഇവരെല്ലാമാണ് ദുരന്ത മൃത്യുവിന് ഇരയായത്. കാർ ഡ്രൈവർ 21 വയസ്സുകാരനായ അരുണും ദാരുണമായി മൃത്യുവടഞ്ഞു. ഇനി കൗതുകം പറ്റുന്ന ഒരു വാർത്തയുമുണ്ട് ഒന്നാം പേജിൽ നിന്ന് കേരള കൗമുദിയിൽ. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വ്യാജ വാർത്ത. ബബിയ മുതല ഇന്നലെയും നിവേദ്യം കഴിച്ചു എന്നതാണ് കാസർഗോഡ് നിന്നുള്ള രസകരമായ ആ റിപ്പോർട്ട്. അനന്തപുരം തടാകം, അതായത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി തന്നെ ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്നതാണ് വടക്കേ അറ്റത്തുള്ള ഈ ഒരു ക്ഷേത്രം. അനന്തപുരം തടാക ക്ഷേത്രം പോലെ വിസ്മയം പകരുന്ന അവിടുത്തെ 72 വയസ്സുള്ള ബബിയ മുതല സുഖമായി ഇരിക്കുന്നുവെന്ന് ക്ഷേത്രപൂജാരി ചന്ദ്രപ്രകാശ് നമ്പീശനാണ് അറിയിച്ചത്. അദ്ദേഹം നൽകിയ നിവേദ്യം ഇന്നലെയും ബബിയ ഭക്ഷിച്ചു. ബബിയ ചത്തുപോയി എന്ന് സോഷ്യൽ മീഡിയയിലും ചില പത്രങ്ങളിലും പ്രചരിക്കുന്നത് വ്യാജമാണെന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നിങ്ങനെ കൗതുകകരമായ ആ റിപ്പോർട്ട്. ഇനി ഉൾപേജിൽ ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ. സംഘപരിവാർ അതായത് ശബരിമല വിഷയത്തിലുള്ള പ്രത്യക്ഷ സമരപരിപാടികളിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് തീരുമാനം. ഇലക്ഷനിൽ ശ്രദ്ധിക്കാൻ സംഘപരിവാർ തീരുമാനം. ദക്ഷിണ സംസ്ഥാനങ്ങളിൽ മുഖ്യ പ്രചാരണ വിഷയം ശബരിമലയായിരിക്കും. അതേസമയം ഈ മാസം 18-ന് ശബരിമല കർമ്മസമിതി നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഉപേക്ഷിക്കാനാണ് തീരുമാനം. 10 ജില്ലകളിൽ നടത്താനിരുന്ന അയ്യപ്പ രഥയാത്രയും മാറ്റിവെക്കാനാണ് തീരുമാനം. കൂടുതൽ ശ്രദ്ധ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എന്നിങ്ങനെ കോഴിക്കോട് നിന്ന് സുവർണ പ്രസാദിൻ്റെ റിപ്പോർട്ടിലാണ് വിശദാംശങ്ങൾ ഉള്ളത്. ഇനി നമുക്ക് മനോരമയിലെ വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം. മനോരമയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ UPL കോൺഗ്രസ് ഇല്ലാതെ BSP SP സഖ്യം B+SP 38 സീറ്റിൽ വീതം BSPയും SPയും ബൈജുവിൻ്റെ കാർട്ടൂണും ഒപ്പമുണ്ട്. വിശദാംശങ്ങളോടെ മുഖ്യവാർത്ത അവതരിപ്പിച്ചിരിക്കുന്നു. ഇനിയൊരു വാർത്ത ഒന്നാം പേജിലുള്ളത് ജമ്മു കാശ്മീരിൽ വീരമൃത്യു വരിച്ചത് മലയാളി മേജർ ആണെന്നാണ്. ശശിധരൻ V നായരുടെ സംസ്കാരം ഇന്ന് പൂനെയിലാണ് നടക്കുന്നത്. റിപ്പോർട്ടിൽ പറയുന്നത് ജമ്മു കാശ്മീരിൽ നിയന്ത്രണ രേഖയോട് ചേർന്ന് പാക് ഭീകരർ സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് മൃത്യു വരിച്ചത് മലയാളിയായ മേജർ ശശിധരൻ V നായരും 33 വയസ്സായിരുന്നു. ബംഗാൾ സ്വദേശി റൈഫിൾമാൻ ജീവൻ ഗുരുങ്ങും 24 വയസ്സ്. എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി ചെങ്ങമനാട്
ചുള്ളിക്കാട്ട് പരേതനായ വിജയൻ നായരുടെയും പൊയ്ക്കാട്ടുശ്ശേരി മായാട്ട് ലതയുടെയും മകനായ ശശിധരൻ നായരെ മരണം കവർന്നത് 40 ദിവസത്തെ അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചെത്തി 10 ദിവസത്തിനുള്ളിലാണ് എന്നിങ്ങനെ തുടരുന്നു ആ ഒരു റിപ്പോർട്ട്. ഇനിയൊരു റിപ്പോർട്ടുള്ളത് ഈ മാസം 8-നും 9-നുമായി നടന്ന ദേശീയ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിലുള്ള SBI ബ്രാഞ്ചിൽ ആക്രമണം നടത്തിയേ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥരായ 2 ഇടത് നേതാക്കൾക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഉള്ളത്. ബാങ്കിലെ ആക്രമണം 2 ഇടത് നേതാക്കൾക്ക് സസ്പെൻഷൻ. അതിൽ പറയുന്ന വിശദാംശങ്ങൾ: ദേശീയ പണിമുടക്കിനിടെ സെക്രട്ടേറിയറ്റിന് സമീപത്തെ SBI ട്രഷറി ശാഖ ആക്രമിച്ച കേസിൽ റിമാൻഡിലായ 2 സർക്കാർ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. ഇടത് സർവീസ് സംഘടനയായ NGO യൂണിയൻ്റെ ഭാരവാഹികളാണ് ഇരുവരും. ജില്ലാ ട്രഷറി ഓഫീസിലെ ക്ലാർക്കും NGO യൂണിയൻ ഏരിയ സെക്രട്ടറിയുമായ അശോകൻ, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ അറ്റൻഡറും യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ TV ഹരിലാൽ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. NGO യൂണിയൻ നേതാവ് സുരേഷ് ബാബു, സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥൻ അനിൽകുമാർ, നികുതി വകുപ്പ് ഉദ്യോഗസ്ഥൻ അജയകുമാർ, ട്രഷറി ഡയറക്ടറേറ്റിലെ ശ്രീവത്സൻ, ആരോഗ്യവകുപ്പിലെ ബിജുരാജ്, വിനുകുമാർ എന്നിവരെ ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞെങ്കിലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നിങ്ങനെ തുടരുന്നു ആ റിപ്പോർട്ട്.